രാവിലെ അങ്ങോട്ടാ നമസ്കാരം. തിരുവനന്തപുരം പോരാ കയറേ എല്ലാവർക്കും അടിച്ചു പൊളിച്ചു പോയിട്ട് വരാം. സുപ്രഭാതം. സുപ്രഭാതം. ഒരു അഗസ്ത്യാർകൂടം യാത്ര രാവിലെ 4 മണിക്ക്. ഡ്രൈവർ വാപ്പ, ഡ്രൈവർ അല്ല, ഞങ്ങളുടെ ടീം ലീഡർ ക്യാപ്റ്റൻ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ടാക്സി വിളിച്ചാൽ പോക്ക് കിടക്കും. ഇവിടുന്ന് വിദ്രോഹ വരെ ബസ് ഉണ്ടോ? എങ്ങനെ? ഫോറസ്റ്റായി. കാണുന്ന എല്ലാം ഫോറസ്റ്റാണ്. മൊത്തം കാണാൻ വണ്ടി ഒന്നും ഇങ്ങോട്ടേക്ക് വരാനൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോടെ, ഈ ഫോറസ്റ്റ് ഏരിയ എല്ലാം നല്ല വൃത്തിക്ക് തൂത്തിട്ടേക്കും. നമ്മുടെ നാട് മൊത്തം ആൾക്കാർ താമസിക്കുന്ന ഒന്നും തൂക്കിയാൽ വരും ചെയ്യാറൊക്കെ അല്ലേ? എന്താ അടിപൊളിയായിട്ട് കിടക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞത് ലയം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? മയില് ഇത് ബൈക്കിൽ കൊണ്ടുവന്ന പണിയായത്. പോലെ ജനങ്ങൾ എന്റെ പൊന്നു എന്നും വേണ്ടി ജനങ്ങൾ. അതുപോലെ തന്നെ മൂർച്ചയേറിയ സാധനങ്ങള്, ബ്ലൂടൂത്ത് സ്പീക്കർ, കത്തി, ലിക്കറ്, ഷർട്ട്, ലൈറ്റ്, പൂജാ സാധനങ്ങളൊന്നും തന്നെ കിടത്തിയിട്ടുണ്ട്. സാനിറ്റൈസർ കൊടുക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ ആദ്യമേ മാറ്റുക. നിങ്ങള് ഇന്ന് പോകേണ്ടത് നമ്മുടെ 13 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത്. 13 കിലോമീറ്റർ ട്രക്ക് ചെയ്യുമ്പോൾ അതിനുപോലെ ബേസ് ക്യാമ്പിലെത്തും. അതിനുപോലെ ബേസ് ക്യാമ്പിൽ തങ്ങിയിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് 7 കിലോമീറ്റർ ടോപ്പിലേക്ക് 7 കിലോമീറ്റർ ടോപ്പിലേക്ക് തിരിച്ചു കഴിയും. അപ്പോൾ തിരികെ ഇറങ്ങിയിട്ട് നാളെ തന്നെ തിരികെ ഇറങ്ങുന്ന 1 മണിക്ക് മുന്നേ ബേസ് ക്യാമ്പിൽ തിരികെ ഇറങ്ങുന്നവർ മാത്രമേ തിരിച്ചു വരാവൂ. അല്ലേ അത് കഴിഞ്ഞ് വരുന്നവർ രാത്രിയായി പോകുന്നത്. നേരത്തെ ഇറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ 1 മണിക്ക് മുമ്പ് എന്തായാലും നിങ്ങൾ തിരിച്ച് ബേസ് ക്യാമ്പിലെത്തും. താമസിച്ച് വരുന്നവർ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാവും എത്താനായിട്ട്. എല്ലാവിധ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. വൈൽഡ് ലൈഫ് ഏരിയയാണ്. പേപ്പാറ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഏരിയയാണ്. പിന്നെ നമ്മുടെ മുകളിലേക്ക് കയറുമ്പോൾ കളക്കാട് മുണ്ടെന്ന ടൈഗർ റിസർവിന്റെ, തമിഴ്നാടിന്റെ കളക്കാട് മുണ്ടെന്ന ടൈഗർ റിസർവിന്റെ ഭാഗത്തൂടെ പോകുന്നുണ്ട്. എല്ലാത്തരം വൈൽഡ് ആനിമൽസും ഉള്ള സ്ഥലമാണ്. അപ്പൊ അതുപോലെ തന്നെ എന്തിനേലും കാണുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും ഒന്നും പറയാൻ പറയാൻ പോകരുത്. അത് അപകടം വരുത്തും. ട്രക്പാത്തിലൂടെ യാതൊരു കാരണവശാലും യാത്ര ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നടന്നു പോകുന്ന വഴി എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് കൂടെയുള്ള യാത്രക്കാരോടോ അല്ലെങ്കിൽ ഗൈഡുമാരോടോ നിങ്ങൾ 2 കിലോമീറ്റർ ഓരോ 2 കിലോമീറ്ററും ഗൈഡ് പോസ്റ്റുകളുണ്ടാവും. അവർ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും. അപ്പൊ അവരോടോ അല്ലെങ്കിൽ കൂടെയുള്ള യാത്രക്കാരോടോ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു അസിസ്റ്റൻസ് കിട്ടിയതിനു ശേഷം മാത്രം യാത്ര തുടരാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ സ്ട്രെയിൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 8 കിലോമീറ്റർ വലിയ കുഴപ്പമില്ലാതെ പോകും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2-3 കിലോമീറ്റർ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് പുൽമേഖല കയറുമ്പോഴത്തേക്കും വെയിലായിരിക്കും. അത്രയും ഇത് വരും. അതുപോലെ തന്നെ നാളെ പോകുമ്പോൾ പുൽമേടിന് മട്ടയാറുന്ന് നിങ്ങൾ മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ നാളത്തെ യാത്രയിലും അതുപോലെ തന്നെ പൊങ്കാലപ്പാറ വെള്ളം സ്റ്റോർ ചെയ്ത് പോകണം. അത് കഴിഞ്ഞ് വെള്ളം കിട്ടത്തില്ല. ഇനി വേണോ കോട്ടൺ? ബസ് വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് KSRTC. പാപ്പാ എങ്ങോട്ടാ പോന്നേ? കണ്ടിട്ട് വരാം.
ഹായ് നമ്മൾ അതിമനോഹരമായ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊരു നല്ല ഭംഗി. എങ്ങനെയുണ്ട് അഗസ്ത്യാർകൂടം ട്രക്കിംഗ്? ആരുണ്ട്? അടിപൊളി. ഇതുപോലൊരു സ്ഥലം ലൈഫിൽ കാണാൻ കിട്ടില്ല. എല്ലാവർക്കും പോകണം കാണാൻ. സൂപ്പർ വെള്ളച്ചാട്ടമാണ് ഇത്. നല്ല നദികളെ കാട്ടി ഭംഗിയാണ്. എന്താ ഭംഗി! കാടിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കും. വാ, നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാം. അഗസ്ത്യാർകൂടം ജയ്. ഇത് അടിപൊളി സെറ്റല്ലോ. അതുകൊണ്ട് അവിടെ നിന്നാണ് വീഴുന്നത്. അകത്തുനിന്നാണ്ടോ വീഴുന്നാണ്ടോ? ഭയങ്കര അടിപൊളിയാ. ഇത് സിനിമ സെറ്റ് പോലെ ഉണ്ടല്ലേ? സിനിമ സെറ്റ് പോലെ ഉണ്ടല്ലേ? 2 കിലോമീറ്റർ ആയിട്ടുണ്ട്. ക്ഷീണം വല്ല തോന്നുന്നുണ്ടോ? 2 കിലോമീറ്റർ ആയിട്ടുണ്ട്. ക്ഷീണം വല്ല തോന്നുന്നുണ്ടോ? ഒരു ക്ഷീണവും ഇല്ല. അടിപൊളിയല്ലേ? നല്ല പ്രകൃതിയുടെ നല്ല ഒന്നാന്തര സൗന്ദര്യമാണ്. കാലാവസ്ഥയായാലും എല്ലാം സൂപ്പർ ആയിരിക്കുന്നു. ഇതൊരു അടിപൊളി വഴി. അങ്ങനെ നീണ്ടു പോകുമല്ലേ? വഴി അങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ കാലം മുമ്പോട്ട് വെച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ലത്തിമോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ സർക്കാർ ചെലവിൽ ഒരു ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട്. ക്ഷീണം തോന്നുന്നവർക്ക് ഇരിക്കാം, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോകാം. രാത്രി ആയിക്കഴിഞ്ഞാൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ശരീരം ചൂടാക്കാനായിട്ട് തീ കൂട്ടാനൊക്കെ ഉള്ള സംവിധാനം എല്ലാം ഉണ്ട് അവിടെ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? ലത്തിമോട്ട ക്യാമ്പ് 2 MSL. അഗസ്ത്യാർകൂടം ഇനി ഇവിടുന്ന് 16.5 കിലോമീറ്റർ ഉണ്ട്. അപ്പാ വായിച്ചല്ലോ. ഇത് പോയവര് തിരിച്ചു വരുന്നില്ല. அங்கிருந்து எத்தனை மணிக்கு ஸ்டார்ட்டுக்கு பண்ணியா? 10:05 നിങ്ങൾ എപ്പോ പോയി? എപ്പോ കയറി? 3 നാള്. ഇത് 3-ാം നാള്. എപ്പടിയാ അവിടെ? சூப்பர் சூப்பர் சூப்பர். நேற்று மேலே இறங்கியாச்சு. ഇത് നമ്മുടെ ഫസ്റ്റ് ഗൈഡ് രാമകൃഷ്ണൻ സാറ്. 4 കിലോമീറ്റർ കാണും. പിന്നെ അടുത്ത 4 കിലോമീറ്റർ അടുത്ത ഗൈഡ് കാണും. இதுல ஒரு 8 கிலோமீட்டர், இதுல ஒரு 1/2 கிலோமீட்டர் கொஞ்சம் வெயில் அடிக்கும். விறகு ஏசி மாதிரி இருக்கும். மரம் ஃபுல்லா இருக்கும். 8 கிலோமீட்டர் அது போய் ஒரு 3 கிலோமീറ്റർ ഫുൾ വെയിൽ. നാളെ വെയിൽ കിട്ടുമോ? അവിടെ തന്നെ 6 മണിക്ക് തന്നെ മലയിൽ വെയിൽ വരുമല്ലേ? 6 മണിക്ക് മല വരും. പക്ഷെ 6 മണിക്ക് ആ മലയിൽ വെയിൽ കിട്ടും. അവിടെ എത്ര മണിക്ക് അവർ കയറ്റി വിടും? ഒരു 7 മണിക്ക് ആകുമ്പോ കയറ്റി വിടും. അതെന്താ 6 മണിക്ക് കയറ്റി വിടാത്തെ? അങ്ങനെ വിടില്ല. ഒരു 7 മണിക്ക് അവിടെ ഇത്തിരി മഞ്ഞായിട്ടിരിക്കും. ഇത്രയും കാണാൻ പറ്റില്ല. അവിടെ കേട് വരുമോ? അവിടെ പലം കേട് ഉണ്ടോ? ഉണ്ട്. അവര് നിങ്ങൾ 7 മണിക്ക് തിരിക്കും മുമ്പ് അവർ പാറാവുകാർ തോക്കുമായിട്ട് മുമ്പ് പോവും. അവർ സ്റ്റാർട്ടിങ് കൊള്ളാല്ലേ? ഘനാ ജംഗിൾ. ആനപ്പിണ്ടം ഗെയ്സ്, ആനപ്പിണ്ടം സൂക്ഷിച്ച് നടക്കുക. എല്ലാ ജീവികളും ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗി. ക്ഷീണം അറിയുന്നുണ്ടോ? ക്ഷീണം അറിയുന്നുണ്ടോ? ക്ഷീണം വല്ലതും അറിയുന്നുണ്ടോ? ഇല്ലില്ല. അടിപൊളി. ഇത് പിടിക്കാനുള്ള കയറൊക്കെ ഉണ്ട് കേട്ടോ. കയറെ പിടിച്ച് പോട്ടെ. എന്താ തണുപ്പായത്! ഇത് രസമായി. അടിഭാഗം മൊത്തം കാണാല്ലേ? മൊത്തം കാണാം. പിടിച്ചു പോകാനാണ് ഈ കയറൊക്കെ ഉള്ളത്. മഴ സമയത്ത് വെള്ളമൊക്കെ കിടക്കുന്നത് അല്ലേ? നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നു. മോൻ കഴിക്കാൻ എന്ത് ഫ്രഷായി. ആഹാ, എല്ലാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. യാത്ര അടിപൊളി. ഇതെന്തോടെ സ്റ്റൈൽ സ്ഥലം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വന്നാട്ടെ എല്ലാവരും. വേരിന്റെ പടിയല്ലേ? വേരിന്റെ പടിയോ? എന്റെ ദൈവം, ഇല്ലാത്ത പേരൊക്കെ പൈപ്പ് എന്തിനാ ഇവര് കുടിക്കുന്ന വെള്ളം എടുക്കുന്നല്ലേ? ഈ അരുവി. ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലേ പാപ്പാ? ഇതെന്തോ കരമനയാർ ക്യാമ്പോ? ഇനി ഇവിടുന്ന് 14.5 കിലോമീറ്റർ ആണ് അഗസ്ത്യാർകൂടത്തേക്ക്.
ഇവിടെ ആളുണ്ട്, ക്യാമ്പാ. കാരണം ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നതിനകത്ത്. പിന്നെ അത്യാവശ്യം ഒരു ബാത്റൂം സൗകര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 കിലോമീറ്റർ കഴിയുമ്പോഴാണ്. മിലിറ്ററി യൂണിഫോം ഇട്ടോ വരങ്ങൾ, എൻ്റെ പേരറിയത്തില്ല. രണ്ട് ഇവിടെയൊക്കെ ഉണ്ട് മിലിറ്ററി യൂണിഫോം പക്ക. ഇനി ഇവരെ കണ്ടിട്ടാണോ അതോ മിലിറ്ററിയെ കണ്ടിട്ടാണോ ഇവർക്ക്, ആരാണ് ആദ്യം ഉണ്ടായത്, ആർക്കാണ് ആദ്യം യൂണിഫോം വന്നതെന്ന് അറിയത്തില്ല. അടിപൊളി. ശരിയാ. നടന്ന് അവസാനം താണ്ട ഒരു ഔട്ടർ. വാ, ഇപ്പോൾ ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ക്ഷീണം വല്ലതും ഉണ്ടോ? ക്ഷീണമൊന്നും ഇതുവരെ തോന്നി തുടങ്ങിയില്ല. മുമ്പോട്ടുള്ള യാത്ര ഇവിടെ വന്നപ്പോൾ നല്ല വെയിലാണല്ലോ. ആ, വെയിലാണല്ലോ, കാട്ടിൻ്റെ രീതിയല്ലേ എല്ലാം വീഡിയോ ആക്കുക. ഞാൻ 4-ൽ വന്നിരിക്കുകയാണ്. 12.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ. ആത്മാർത്ഥമായിട്ട് നമുക്ക് നടക്കാം. വാഴപ്പത്തിയാറ് വാഴപ്പത്തി ക്യാമ്പ് 4 ആണ് ഇത്. 6 കിലോമീറ്റർ 6 കിലോമീറ്റർ ആകുമ്പോൾ ബേസ് ക്യാമ്പ് അല്ലേ? 6 കിലോമീറ്റർ ബേസ് ക്യാമ്പ്. ഫസ്റ്റ് ഡേയുടെ യാത്ര നമ്മുടെ അവിടെ അന്ന് അവസാനിക്കുക. അതെ. എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഇല്ല. മറ്റേ ശ്രീകുമാർ സാറിന് ക്ഷീണം വല്ലതും ഉണ്ടോ? ഒട്ടും ക്ഷീണമില്ല. സാറാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ട് സാറ് നിൽക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ എപ്പോഴും അവിടെ ചെന്നേ. പക്ഷെ നല്ല സൂപ്പർ അല്ലേ? ഒരു വീണ്ടും ഒരു ഓപ്പൺ ഏരിയ അല്ലേ? അടിപൊളി. ശ്രീജിത്ത്, സോറി, ഇദ്ദേഹത്തിന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. വർക്കല ശ്രീജിത്ത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഈ റൂട്ടിലുണ്ട്. പക്ഷേ ഇപ്പം മഴ സീസൺ അല്ലാത്തത് കൊണ്ട് മഴക്കാലത്തുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പെർമനൻറ്റ് വെള്ളച്ചാട്ടങ്ങളാണ്. കാരണം ഈ കൊടും വേനൽ സമയത്തും ഇത്രയും മനോഹരമായൊരു വെള്ളച്ചാട്ടം. അടിപൊളി. പ്രതീക്ഷ കുളിക്കുന്നോ? കുളിച്ചിട്ട് പോകാൻ വേണമെങ്കിൽ ഉണ്ടോ? ഓക്കെ ഓക്കെ, അടിപൊളി. വീണ്ടും ഒരു വെള്ളച്ചാട്ടം കൂടി. ഇതിപ്പോൾ ഒരു 8 കിലോമീറ്റർ നമ്മൾ വന്നപ്പോഴത്തേന് ഈ ഒരു സീൻ. അടുത്ത ഒരു നദിയും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടവും. ഗുഡ്, സൂപ്പർ. ഇതും ഒരു ബേസ് ക്യാമ്പാണ്. അവരുടെ ഒരു സെറ്റപ്പ് കണ്ടോ ഇവിടെ. ഇതൊരു ബേസ് ക്യാമ്പാണ്. ഈ കയറ് കെട്ടിയിരിക്കുന്നതിന് അപ്പുറത്തോട്ട് പോകരുത്. നടുക്കൂടെ ഒരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതുവഴിയാണെങ്കിൽ പിടിച്ചു പോകാം. നല്ല അടിപൊളി അടിപൊളി സ്ഥലം. ഇവിടെ കുളി നിരോധിച്ചിരിക്കുകയാണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വഴി കൂടെ പോകാൻ പാടില്ല, ഇതുവഴി വേണം പോകാൻ. ഓക്കെ, ഇതൊരു ബേസ് ക്യാമ്പാണ്. ഉണ്ടോ? സൂപ്പർ. ഒരു മരം ചാഞ്ഞിപ്പോണ്ട് ഇതിനകത്തൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. കാഴ്ചകളുടെ ലോകം നിൽക്കുന്നില്ല, അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കയറ് കെട്ടിയിട്ടുണ്ട്. ബേസ് ക്യാമ്പ് 3.5 കിലോമീറ്ററോ? അട്ടയാർ ബേസ് ക്യാമ്പ് ഇനി 3.5 കിലോമീറ്റർ. ഗുരുവേ പ്രണാമം. വളരെ മനോഹരമായ ട്രക്കിംഗ് ആണ്. യുവാക്കൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും വളരെ വിജയകരമായി പൂർത്തിയാക്കാവുന്ന ഒരു ട്രക്കിംഗ് ആണ്. ഇത്രയും ഞങ്ങൾ ഏകദേശം ഒരു
9 കിലോമീറ്ററോളം കവർ ചെയ്തു. എന്നാൽ ക്ഷീണമോ ഒന്നുമില്ല. നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ അരുവികളും എല്ലാം ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നടക്കുന്നതിന് നന്ദി. നമ്മളൊരു ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. ഏതാടെ പേര്? എന്താ സീൻ, സൂപ്പർ. അവിടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുക. ഇവര് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തേ വരുന്നുള്ളൂ. അതിനൊക്കെയാണല്ലോ ഈ ട്രെക്കിംഗ്. പോസ് ശരിയായില്ലെന്ന് തോന്നുന്നു. ഗുഡ്, കൊള്ളാം. യാ സൂപ്പർ. ഷാരൂഖ് ഖാൻ സ്റ്റൈൽ. വാ, വെരി ഗുഡ്. പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ടിരിക്കുന്നു. ഏറ്റവും മനോഹരമായ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ വിസ്മയങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വരൂ, ആസ്വദിക്കൂ. ഇത് അടിപൊളി, നല്ല സൂപ്പർ അല്ലേ? സൂപ്പർ സീൻ. ആ ദൂരെയുള്ള സീനറി ഒക്കെ ഉണ്ടോ? വാ, കിടു, ഗ്രേറ്റ്. ഇതൊരു ഈ വഴി അങ്ങനെ അങ്ങ് നീണ്ടു കിടക്കുവാണ് മുകളിലോട്ട്. ശ്രീജിത്ത് സാറിൻ്റെ നേതൃത്വത്തിൽ യാത്ര പുൽമേടിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഷാരൂഖ് ഖാനും സഞ്ജയ് ദത്തും ഒക്കെ ആയിരിക്കുകയാണ്. ഒരു വലിയ സന്തോഷം എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. സൂപ്പർ. നല്ല കാറ്റ് ഇല്ലയോ? ഓ, കാറ്റ് കൂടുതലേ തുണിയിരിച്ച് കിടക്കാൻ തോന്നുന്നു. പക്ഷെ ഇത്രയും ചൂടുണ്ടായിട്ടും നമുക്ക് അതറിയുന്നില്ല. കാറ്റിന്റെ ഇതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അത്ര മനോഹരമാണ്. എത്ര നമ്മൾ 9 മണിക്ക് നടക്കാൻ തുടങ്ങിയതാ. 9 മണിയൊക്കെ കിടക്കുന്നത് വീർത്തിട്ട് വരില്ല, ക്ഷീണമില്ല. അടുത്ത് നമ്മൾ നല്ലൊരു ഹൈറ്റിലോട്ട് കയറി പോവാണ്. എല്ലാവർക്കും കാണാവുന്നതാണ്. നല്ലൊരു ഹൈറ്റാണ്. ബേസ് ക്യാമ്പ് അടുക്കാറാകുമ്പോഴാണ് ബേസ് ക്യാമ്പ് അടുക്കാറാകുമ്പോഴാണ്. എൻ്റെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുത്താണ് ബേസ് ക്യാമ്പിന്റെ. ആ ഏറ്റമാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. കുറച്ച് അത്യാവശ്യം നല്ല ഏറ്റവും അല്ലേ? അത്യാവശ്യം നല്ല ഏറ്റം. അപ്പൊ ചീവീടുകളുടെ സൗണ്ട് സുഖമാണോ അതോ? ഒരു രസമില്ല, കേൾക്കാൻ ഒരു സുഖമില്ലാത്ത സൗണ്ടാണ് ചീവീടുകൾ. എല്ലാം കൂടെ ഇരച്ച് വന്നാൽ ചെവിക്കകത്ത് അടിക്കുന്നില്ലേ? അപ്പോൾ പുൽമേടെല്ലാം കഴിഞ്ഞു. ഇനി ഡീപ്പ് ഫോറസ്റ്റിലേക്കാണ് വീണ്ടും അല്ലയോ? ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടതിനകത്ത്. നോക്കി യാത്ര ചെയ്തില്ലെങ്കിൽ തട്ടി വീഴും. മൊത്തം കുണ്ടങ്കല്ല, ഉരുളൻ കല്ലുകൾ, ഉരുളൻ കല്ലുകൾ. ശ്രീജിത്ത് സാർ കയറി പോവോ? കുറച്ചേ ഉള്ളല്ലയോ, പേടിപ്പിക്കാനൊന്നുമില്ല. ഇതൊക്കെ എന്ത് അവിടെ നിന്നാണ് വന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വലിയ കാടുണ്ടായിരുന്നു. വീണ്ടും കയറ്റം തുടങ്ങിയാണ്. പ്രകൃതി 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 കലാപ എന്തെങ്കിലും ഉണ്ടോ? പ്രകൃതി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? പ്രത്യേകിച്ച് നല്ല കാറ്റാണ്. പ്രകൃതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം. നമ്മുടെ നാട്ടിൽ നമ്മൾ AC-യുടെയും ഫാനിന്റെയും കാറ്റിൻ്റെ കീഴിൽ കിടക്കുന്നവരെ ഈ കാറ്റിന് ആസ്വദിക്കും. അപ്പോഴും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ബേസ് ക്യാമ്പിലെ അവസാനത്തെ ചെക്ക് പോസ്റ്റാണ്. ബേസ് ക്യാമ്പിന് ചെല്ലുന്നതിന് മുമ്പുള്ള അവസാനത്തെ ചെക്ക് പോസ്റ്റ്. ഇത് ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ബേസ് ക്യാമ്പ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ എടുക്കാൻ കുടിക്കാനായിട്ട് നമ്മുടെ പ്രതീഷ് കുമാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അല്പം വെള്ളം എനിക്കൂടെ തരണേ കേട്ടോ. എല്ലാം അടിപൊളി. ട്രെക്കിങ്ങിൻ്റെ മനോഹാരിത ഇതൊക്കെയല്ലേ? അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക, ആ ഒരു ചൂടില്ല അല്ലേ? ഫുൾ AC. എത്ര പേര് AC? ഒരു 18 വരുമോ? 18-17 AC-യാ. ചോര ചോര ചോര. ഓ
ഇതെന്താ ചോരയെന്ന് വെച്ചാൽ ഇതൊരു മരത്തിൻ്റെ തൊലി പൊട്ടി തന്നെ വരുന്നതാണ്. പക്ഷേ കളർ ഈ ചോരയുടെ കളറാണ്. ഏത് മരമാണെന്ന് അറിയുന്നില്ല. അങ്ങ് മേളിൽ അതിൻ്റെ ഇലയൊക്കെ. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഒരു പാർട്ട്. ആദ്യത്തെ ദിവസം ബേസ് ക്യാമ്പിൽ ചെല്ലുന്നതിന് മുമ്പുള്ള 1 കിലോമീറ്റർ കഠിനമായ കയറ്റമാണ്. ആ പാട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാതയിലെ പ്രശ്നം മൊത്തം കല്ല. ഈ വഴിയിൽ ആദ്യം അവസാനം വരെ ഈ കല്ല. കല്ലുകളൊരു പ്രശ്നമാണ്. കയറ്റം കൂടുതലാണോ? കയറ്റം കൂടുതലാണ്. കഠിനമായ കയറ്റമാണ്. നല്ല കയറ്റമാണ്. ചെറിയ കയറ്റമൊന്നുമല്ല. ടൈം എടുത്തേ കയറാവും. വലിയ ആവേശം കാണിക്കുകയും ചെയ്യരുത്. റിലാക്സ് ആയിട്ട് കയറണം. എന്നാലേ കയറി വരാൻ പറ്റത്തുള്ളൂ. അവസാനത്തെ ഒരു 1.5 കിലോമീറ്റർ നല്ല കയറ്റമാണ്. വലിയ കല്ലുകളുണ്ട്, ചെറിയ കല്ലുകളുണ്ട്, പള്ളിയുടെ വേരുകളുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും സന്തോഷത്തോടെ ബേസ് ക്യാമ്പിലല്ലേ? ബേസ് ക്യാമ്പിൽ എത്തുന്നത് ഇച്ചിരി പ്രശ്നമാണ്. ഓക്കെ, എത്താറായല്ലേ? എത്താറായി. ഇനി 500 മീറ്റർ കൂടെ ഉണ്ട് ബേസ് ക്യാമ്പ് എത്താൻ. വള്ളിപ്പടർപ്പുകളെല്ലാം കൂടെ ചേർന്നൊരു മായാജാലം സൃഷ്ടിച്ചേക്കുന്നത്. ഇത് വെൽഡർ പണിഞ്ഞാണോ അതോ പ്രകൃതിയുടെ പരിപാടി അല്ലേ? ഒരു കമാനം പോലെ പണിഞ്ഞ് വെച്ചേക്കുന്നത്. ആരും ഇവിടെ കൊണ്ടുവന്ന് വളച്ച് കെട്ടിയതല്ലത്. സൂപ്പർ. എനിക്ക് വന്ന് ബേസ് ക്യാമ്പിന്റെ എൻട്രൻസ് ഇതാന്ന് തോന്നില്ല ഇവിടെ. തോന്നുന്നു, അറിയില്ല. അന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വേണ്ട, കമാനം പോലൊക്കെ വെച്ചിരിക്കുക. സ്വയമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതായത് മനുഷ്യൻ കൊണ്ടുവന്ന് ചെയ്ത കാര്യങ്ങളല്ല. അതിമനോഹരമായിരിക്കും. അങ്ങനെ ബേസ് ക്യാമ്പിന്റെ ബോർഡ് കണ്ടിരിക്കുന്നു. ഓ, കയറുന്നത് ഒരു വഴി, ഇറങ്ങുന്ന ഒരു വഴിയാണോ? ഇതോ എങ്ങോട്ട് പോകണം? ഞങ്ങള് இப்பதான் ட்ரெக் பண்ணி வரீங்களா? இன்னைக்கு தான் ஸ்டார்டிங்கா? பேஸ் கேம்ப்ல இன்னைக்கு நைட்டு தங்கிட்டு എங்க ബേസ് ക്യാമ്പ്? ഇത് അഗസ്ത്യാർകൂടം ബേസ് ക്യാമ്പാണ്. ഈ കാണുന്നതാണ് ബേസ് ക്യാമ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അഗസ്ത്യാർ മലയുടെ ഒരു ദൃശ്യമാണിത്. ഇതാണ് അഗസ്ത്യാർ മല. കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വളരെ ഹൈറ്റിൽ കിടക്കുന്നൊരു മലയാണ്. ഇത് ബേസ് ക്യാമ്പ്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ കഠിനമായ കയറ്റമാണ്. പിന്നെ അതിനടുത്തൊക്കെ കുറേ മലകളുണ്ട്. പക്ഷേ അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന മല ഇതാണ്. നമ്മൾ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് ക്യാമ്പുകളിൽ നിന്ന് കിടക്കാനായിട്ടിരിക്കും. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഒരുപാട് പരിചയപ്പെട്ട നല്ല സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്നും ഇങ്ങേയറ്റത്തുനിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അതൊക്കെ നല്ല രസം തോന്നി. മനസ്സിനൊരു കുളിർമയും സന്തോഷവും സമാധാനവും. ഇനി കൂടുതൽ രാത്രി ആരും ബോറടിപ്പിക്കുന്നില്ല. കാര്യം നാളെ ഒത്തിരി കറങ്ങാനുണ്ടായതിൻ്റെ പേരിലും ഒത്തിരി നടക്കാനും ഉണ്ടായതിൻ്റെ പേരിലും വെളിയിൽ നല്ല കാറ്റും തണുപ്പും ഉണ്ടായതിൻ്റെ പേരിലും കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു. നമുക്ക് വീണ്ടും കാണാം. നാളെ നല്ല അതിമനോഹരമായ കാഴ്ച കാണാൻ നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും.